പറയാറുണ്ട്, കർമ്മ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. കർമ്മ ഒരിക്കലും ചോദ്യം ചോദിക്കില്ല, അത് കാത്തുകൊണ്ടിരിക്കും. സമയത്തിന് യോജിച്ചതുപോലെ അത് തന്റെ പാത മാറ്റും, അതിന്റെ രൂപം മാറ്റും. പക്ഷെ അതിന്റെ ഉന്നം അത് മാറ്റാറില്ല. ഏത് തീയാണോ മറ്റുള്ളവർക്ക് വേണ്ടി കത്തിക്കപ്പെടുന്നത്, അത് ഒരു ദിവസം തന്റെ അവകാശം ചോദിച്ച് തിരികെ വരും. ഇന്നത്തെ ഈ രാത്രിയും അതുപോലെ ഒന്നാണ്. പ്രധാന കപ്പൽ തുറമുഖത്തിനരികിലായി ആരുമില്ലാത്ത ശ്മശാനത്ത് ചാമ്പൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാതി കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുകൾക്കിടയിൽ ഒരു ശരീരത്തിന്റെ അവസാന ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കത്തുന്ന തീയുടെ മുൻപിൽ ഒരു അഘോരി ഇരിക്കുകയാണ്. കണ്ണുകൾ മൂടിക്കൊണ്ട്, ശരീരം മുഴുവൻ ചാമ്പൽ പൂശിക്കൊണ്ട്, കാലം കടന്ന ജടാമുടികളോടെ അഘോരിയുടെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശബ്ദം വരുന്നില്ല, പക്ഷേ ശക്തിയുണ്ട്. പിന്നെ ഓരോ മന്ത്രത്തോടൊപ്പം അദ്ദേഹം തറയിൽ നിന്നും ചാമ്പലെടുത്ത് ആ അഗ്നിയിൽ അർപ്പണിക്കുകയാണ്. തീ വിചിത്രമായി ആളിക്കത്തുന്നു. എണീക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഘോരിയുടെ ശ്വാസം ഭാരം കൂടിയതുപോലെയായി. ഭക്തിയോടെ കൈകൂപ്പി വണങ്ങി നിന്നു. ഏതോ തന്നെത്താനെ ഈ ക്രിയയിൽ മുഴുവനായി നശിക്കാൻ പോകുന്നത് പോലെ. അപ്പോഴാണ് പെട്ടെന്ന് ആ തീ അണഞ്ഞത്. നാലു ചുറ്റിലും ഒരു ഭയങ്കരമായ ശാന്തത നിറഞ്ഞു. സ്വാമിജി തറയിൽ വീണ് വണങ്ങി. അദ്ദേഹം വീണ്ടും എണീറ്റപ്പോൾ ആ കത്തിയ മരങ്ങൾക്കിടയിൽ ഒരു രൂപം കാണാൻ തുടങ്ങി. പതുക്കെ, പൂർണ്ണമാകാത്തൊരു ശാന്തത. ഒരു പെണ്ണിന്റെ ആത്മാവ്. ശബ്ദമില്ല, കോലാഹലങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു രൂപം. അതിൽ താങ്ങാനാവാത്ത ദേഷ്യമുണ്ട്. അവൾ നേരെ അഘോരിയെ നോക്കി. ആദ്യം അഘോരിയുടെ മുഖത്ത് ചെറിയ ഒരു സന്തോഷം കാണപ്പെട്ടു. അദ്ദേഹം കരുതി അദ്ദേഹത്തിന്റെ ക്രിയ വിജയിച്ചു എന്ന്. പക്ഷെ ഒരു ക്ഷണം കൊണ്ട് ആ ചിരി നിന്നുപോയി. അദ്ദേഹത്തിന്റെ രുദ്രാക്ഷമാല മുറിഞ്ഞ് ചാമ്പലിൽ വന്ന് വീണു. നെഞ്ചത്ത് ചെറിയ ഒരു വര വരാൻ തുടങ്ങി. ആരോ അദ്ദേഹത്തെ തൊടാതെ ദൂരെ നിന്നും കീറി മുറിച്ചതുപോലെ. കാറ്റ് നിലച്ചു. നദിയുടെ ശബ്ദം നിന്നുപോയി. പിന്നെ അടുത്ത ക്ഷണം തന്നെ അഘോരി ശ്വാസം മുട്ടി തറയിൽ വീണു മരിച്ചുപോയി. തണുത്ത തറയിൽ അഘോരി അനങ്ങാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെ ചുറ്റി നാലു വശത്തിലും അദ്ദേഹത്തിന്റെ പൂജാസാധനങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ചാമ്പൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒട്ടിയിരിക്കുന്നു. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് നിന്നു. പക്ഷേ കത്തിക്കൊണ്ടിരുന്ന പ്രേതം മുഴുവനായി കത്തിത്തീർന്നു. അവിടെ ചെറിയ തോതിൽ തീ മാത്രം കത്തിക്കൊണ്ടേയിരുന്നു. സംശയത്തോടെ അത് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി. കാരണം അത് അദ്ദേഹം അങ്ങനെയല്ല വെച്ചത്. അതിനുശേഷം അദ്ദേഹം നാലു ചുറ്റിലേക്ക് നോക്കി. ആ ആത്മാവിനെ അദ്ദേഹം തേടി. പക്ഷേ അതെവിടെയും ഇല്ലായിരുന്നു. അദ്ദേഹം വീണ്ടും മന്ത്രങ്ങൾ ജപിക്കാനായി ശ്രമിച്ചു. ചുണ്ടുകൾ അനങ്ങി, പക്ഷേ ശബ്ദമൊന്നും വന്നില്ല. തീയിൽ ഒരു അനക്കവുമില്ലായിരുന്നു. കാറ്റും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പേടി കാണാൻ സാധിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ അദ്ദേഹം തന്റെ സാധനങ്ങൾ എടുത്തു. എന്നിട്ട് ശ്മശാനത്തു നിന്നും തിരികെ വന്നു. ആ ഇരുട്ടായ പാതയിൽ എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് കാടിനെ നോക്കി നടക്കുകയായിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം ആ ചാമ്പൽ പതുക്കെ പതുക്കെ വീഴാൻ തുടങ്ങി. ഏതോ കാണാൻ കഴിയാത്ത ഒന്ന് ഇപ്പോൾ മോചിക്കപ്പെട്ടതുപോലെ. അഘോരി തന്റെ ആശ്രമത്തിലേക്ക് തിരികെ വന്നപ്പോൾ അവിടെ ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടമായി നിൽക്കുകയായിരുന്നു. അവരെ എല്ലാരെയും അദ്ദേഹം മാറ്റി. പിന്നെ അകത്തേക്ക് കയറിയതും തന്നെ അദ്ദേഹം ഞെട്ടി നിന്നു. രാത്രി വന്ന കൊടുങ്കാറ്റ് അദ്ദേഹത്തിന്റെ ആശ്രമം തവിട് പൊടിയാക്കിയിരുന്നു. നാലു വശത്തും ചവറുകൾ, പൊട്ടിപ്പോയ മരങ്ങൾ, പിന്നെ ചിതറിക്കിടക്കുന്ന വസ്തുക്കളും കാണപ്പെട്ടു. പല വർഷങ്ങളായി ധ്യാനം ചെയ്ത് അദ്ദേഹം ചേർത്ത് വെച്ച സാധനങ്ങളാണവ. അതെല്ലാം തന്നെ മണ്ണോട് മണ്ണായി മാറി. ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ കീറിക്കിടന്നു. ശില്പങ്ങളൊക്കെ പൊട്ടിപ്പോയിരുന്നു. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് പോലും കരുണയോ പവിത്രതയോ നിലനിൽക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. എങ്ങനെയായിരുന്നെന്നാൽ ആരോ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ ഭക്തിയെയും ധ്യാനത്തെയും നശിപ്പിച്ചതുപോലെയായിരുന്നു. മഹാരാജാവേ, ഇത് എങ്ങനെയാണ് നടന്നത്? ഒരു പ്രശ്നവുമില്ല. ഈ സാധുവിന് എല്ലാ അഗ്നിയും ഒന്ന് തന്നെയാണ്. പക്ഷെ അഘോരി പ്രഭു, ഗ്രാമത്തിലെ ഒരു വീടിന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആശ്രമം, ദൈവങ്ങളുടെ ശില്പങ്ങളെ ഒന്ന് നോക്കൂ. ഇത് ആപത്തിനുള്ള സൂചനയാണോ? ദൈവം എല്ലാവർക്കും നല്ലത് ചെയ്യട്ടെ. നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട. നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകൂ. ഇതിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഓരോരുത്തരായി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. കുറച്ചു സമയത്തിനകം അഘോരി അവിടെ ശരിക്കും തനിച്ചായതുപോലെയായി. അദ്ദേഹം നാലു ചുറ്റിലും ഏർപ്പെട്ടിരിക്കുന്ന ആ നാശത്തിനെ നോക്കി.
പൊട്ടിപ്പോയ സാധനങ്ങൾ ചാമ്പലായി മാറിയിരിക്കുന്ന തന്റെ ആശ്രമത്തിനെ നോക്കി. പിന്നെ അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ തന്റെ കണ്ണുകൾ മൂടി. ആ ശാന്തതയിൽ അദ്ദേഹത്തിന്റെ ശ്വാസവും പ്രാർത്ഥനയിൽ പാതിയും അങ്ങനെ തന്നെ നിന്നുപോയി. ആ അഘോരി യാഗകുണ്ഡത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞതും അദ്ദേഹം അവിടെ വെച്ചിരുന്ന കുറച്ച് ചാമ്പലെടുത്ത് യാഗകുണ്ഡത്തിലേക്കിട്ടു. പക്ഷെ ആ ക്ഷണം തന്നെ ആ തീ അണഞ്ഞുപോയി. പിന്നെ അദ്ദേഹം ഞെട്ടലോടെ തന്റെ കണ്ണുകൾ തുറന്നു. മുൻപിൽ നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. എന്താ ഇത്? ഇതുപോലെ എപ്പോഴും നടന്നിട്ടില്ല. ഇല്ല, ഇത് വലിയ തെറ്റാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആഴ്ന്നു ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൊച്ചുകുട്ടി ചിരിക്കുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം ഉടനെ തിരിഞ്ഞ് കാടിനെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം ദൂരെ ഒരു കുട്ടി നിൽക്കുന്നത് കണ്ടു. ആരാണ് നീ? ആ കുട്ടി നിശബ്ദയായിരുന്നു. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ആരാണ് നീ? ആ കുട്ടി ഉടനെ തിരിഞ്ഞ് കാടിനെ നോക്കി ഓടാൻ തുടങ്ങി. അഘോരി എണീറ്റു. ആ കുട്ടിയെ പിന്തുടർന്ന് ചെന്നു. പക്ഷേ പോകും തോറും ആ കുട്ടി മരങ്ങളുടെ ഇടയിൽ മാഞ്ഞുപോയി. അദ്ദേഹം 4 ചുറ്റിലും നോക്കി. പക്ഷെ ആ കുട്ടിയുള്ളതിനുള്ള ഒരു സൂചനയുമില്ലായിരുന്നു. അദ്ദേഹം തിരികെ തന്റെ സ്ഥലത്ത് പോകാനായി തിരിഞ്ഞപ്പോൾ എന്തോ ചെറിയൊരു ശബ്ദം അദ്ദേഹത്തിന് കേട്ടു. ഞെട്ടിക്കൊണ്ട് അദ്ദേഹം പുറകിലോട്ട് പോയി. എന്നിട്ട് ശബ്ദമുണ്ടാക്കി വിളിച്ചു, ആരാണ് നീ? ആ കാട്ടിൽ ആ ശബ്ദം അങ്ങനെ തുടർന്ന് കേട്ടുകൊണ്ടേയിരുന്നു. ഓരോ ദിശയിൽ നിന്നും ആ ശബ്ദം വീണ്ടും വീണ്ടും തിരികെ വന്നുകൊണ്ടേയിരുന്നു. ഒരു കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ശബ്ദം സഹിക്കാൻ പറ്റാതായതും അദ്ദേഹം തന്റെ ചെവികൾ മൂടി. പേടികൊണ്ടിരിക്കുന്ന ഹൃദയത്തുടിപ്പോടെ കാട്ടിൽ നിന്നും ഓടി പുറത്തേക്ക് വന്നു. ആ അഘോരി അവസാനത്തെ ചടങ്ങുകൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മര ബോർഡ് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ ഇപ്പോൾ അവസാനത്തെ ചടങ്ങ് ചെയ്യപ്പെട്ട ആളുകളുടെ പേരുകൾ എഴുതിയിരുന്നു. ആ സ്ഥലത്താണ് അദ്ദേഹം ചെയ്ത തപസ്സും യാഗവും തടസ്സപ്പെട്ടത്. അദ്ദേഹം ആ പേരുകൾ വായിച്ചതും തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങി. ഏത് പ്രേതത്തെയാണോ അദ്ദേഹം ഉണർത്തിയത് അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. പേര് അപരാജിത. ഒരു കുഴപ്പമായ ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണർന്നു. അങ്ങനെ ഈ പെണ്ണ് അപരാജിതയെങ്കിൽ അപ്പോൾ അശ്വിനി ആരാണ്? ഈ ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അദ്ദേഹം കുഴപ്പത്തോടെ അവിടെ നിന്നും തിരികെ ചെന്നു. പുറകിലിരിക്കുകയായിരുന്നു രഹസ്യങ്ങൾ നിറഞ്ഞിരുന്ന ആ മരം കൊണ്ടുള്ള ബോർഡ്. ആ അഘോരി തന്റെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. പവിത്രമായ മന്ത്രങ്ങൾ ജപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നുമില്ലാതായി. അദ്ദേഹം എല്ലാം മറന്നുപോകുന്നു. വാക്കുകൾ, മന്ത്രങ്ങൾ, ഭക്തി അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ആരോ പിടിച്ചു പറ്റുന്നത് പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അദ്ദേഹം തന്റെ കണ്ണുകളെ വിടർത്തി നോക്കി. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങി, ഏതോ ഒന്ന് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പേടി നിറഞ്ഞിരുന്നു. തൊണ്ട വരളാൻ തുടങ്ങി. അദ്ദേഹം എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം മൺപാനയിൽ നിന്നും വെള്ളമെടുക്കാനായി ചെന്നു. പക്ഷെ ഞെട്ടി അദ്ദേഹം നോക്കി. അവിടെ ആ പാനയില്ലായിരുന്നു. ഇങ്ങോട്ടും അങ്ങോട്ടും ദാഹത്തോടെ തേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ഏതോ പഴയ ശാസ്ത്രങ്ങൾ പിന്നെ ബാക്കിയുണ്ടായിരുന്ന വസ്തുക്കളെ പരിശോധിച്ചു. അത് അദ്ദേഹം വീട് വൃത്തിയാക്കിയപ്പോൾ വലുതായി അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ശാസ്ത്ര പുസ്തകം എടുത്തു. അത് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ പേജുകൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ സതീഷ് അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ വന്നു. സ്വാമി, വരൂ സതീഷ്. എന്താ പെട്ടെന്ന് ഇവിടെ വന്നു? ഞാൻ ഈ വഴിയിൽ കൂടെ പോയി, അതാണ് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചു. ശരി, നല്ല കാര്യമാണ്. ശരി, പറയൂ, എല്ലാം എങ്ങനെയാണ് നടക്കുന്നത്? നന്നായിട്ട് നടക്കുന്നു സ്വാമി. എൻ്റെ ഗ്രാമത്തിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ വളരെ സന്തോഷിക്കും. തീർച്ചയായിട്ടും. എന്തിനാ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്? എൻ്റെ അനിയത്തിന് കല്യാണം മുടിവായിട്ടുണ്ട്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ആശീർവദിക്കണം. ഞാൻ തീർച്ചയായിട്ടും വരും. സതീഷ് തല അനക്കി ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരികെ പോയി. ശാസ്ത്രം അവിടെ തന്നെ നിന്നുപോയി. ആ അഘോരി ശിഷ്യന്റെ സ്വർണ്ണ ആഘോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഗ്രാമത്തിലെ ജനങ്ങൾ
കൂടി നിന്ന് അത് ആഘോഷിക്കുകയായിരുന്നു. അദ്ദേഹം ഒതുങ്ങി നിന്നുകൊണ്ട് ശാന്തമായി എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. സ്റ്റേജിൽ ഒരു കൊച്ചു പെൺകുട്ടി പാട്ട് പാടുകയായിരുന്നു. അവളുടെ ശബ്ദം മധുരമുള്ളതും ആകർഷിപ്പിക്കുന്നതുമായിരുന്നു. പിന്നെ സാധു ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിന് വ്യത്യാസമായി തോന്നി. ആഘോഷത്തിൽ നടക്കുന്ന ആ സന്തോഷവും ശബ്ദവും ദൂരെ നിന്നും കേൾക്കുന്നത് പോലെ തോന്നി. അവിടം ഇരുട്ടുകൊണ്ട് മൂടി. ആ ഇരുട്ടിൽ ചെറിയ തോതിൽ കൈതട്ടുന്ന ശബ്ദം കേട്ടു. വ്യത്യാസമായി, ട്രാൻസ്ജെൻഡേഴ്സ് കൈതട്ടുന്നത് പോലെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. ഹൃദയം ഭയങ്കരമായി പിടയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം നോക്കി. ശരിക്കും ഇവരെല്ലാം ഗ്രാമത്തിലെ ജനങ്ങളാണ്. ആ പെണ്ണിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൈതട്ടുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയ പേടി വരാൻ തുടങ്ങി. അദ്ദേഹം ഉടനെ അവിടെ നിന്നും പോകാനായി ഒരുങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, അവിടെ അടുത്ത സ്റ്റീൽ കൗണ്ടറിനടുത്തായി ഒരു ട്രാൻസ്ജെൻഡറിന്റെ ആത്മാവ് നിൽക്കുകയാണ്. പിന്നെ അവൾ പതുക്കെ പതുക്കെ കൈ തട്ടിക്കൊണ്ടിരുന്നു. പേടിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. അദ്ദേഹം വീണ്ടും കൗണ്ടറിലേക്ക് നോക്കി. ഇത്തവണ ആ ആത്മാവ് അവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെ എന്തോ വ്യത്യാസമായി നടക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം സമയം പാഴാക്കിയില്ല. അവിടെ നിന്നും ഓടി. പേടി അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഭാരമായി മാറി. അഹോരി കാട്ടിൽ ഓടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ വന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പെട്ടെന്നൊരു മിന്നൽ പോലെ പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങിയത്. അശ്വിനി, ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ളവർ വളരെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ പെൺകുട്ടി. സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്റെ മധുരമുള്ള ശബ്ദത്തിൽ പാടുകയായിരുന്നു. അവൾ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കരുത്, എല്ലാ ധർമ്മങ്ങളെയും ഒന്നുപോലെ കരുതണമെന്നുള്ള അറിവ് പകരുകയായിരുന്നു. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരെല്ലാരെയും നമ്മൾ ഒന്നുപോലെ പ്രാർത്ഥിക്കേണ്ടതാണ്. അഹോരികളൊക്കെ അവൾ പറയുന്ന വാക്കുകളിലും അവളുടെ പ്രവൃത്തിയിലും ദേഷ്യത്തോടെയായിരുന്നു. അശ്വിനി ഒരു ഡയനാണെന്ന് പറഞ്ഞ് ഗ്രാമത്തിലെ ജനങ്ങൾ കാട്ടിന് നടുക്ക് അവളെ വലിച്ചുകൊണ്ടുപോയി. അവളെ ചങ്കിലി കൊണ്ട് കെട്ടി അഹോരികളുടെ വൃത്തത്തിന് നടുക്ക് അവളെ ഇരുത്തി. അവരെല്ലാരും മന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു. ട്രാൻസ്ജെൻഡറുകളുടെ പ്രാർത്ഥന, പിന്നെ അശ്വിനിയുടെ ഭക്തി ഒന്നും പ്രയോജനപ്പെട്ടില്ല. ഒരു അഹോരി ഒരു കരുണ പോലും കാണിക്കാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദന മര കഷ്ണം കൊണ്ട് ആ കുട്ടിയെ കത്തിച്ചു കളഞ്ഞു. ട്രാൻസ്ജെൻഡറുകൾ ദേഷ്യത്തോടെ കൈ തട്ടാൻ തുടങ്ങി. അവളുടെ ശബ്ദം ആ കാട് മുഴുവനും കേട്ടു. പിന്നെ അവൾ ഗ്രാമത്തിലെ ജനങ്ങളെയും അഘോരികളെയും ശപിച്ചു. നിങ്ങളെല്ലാരും ചേർന്ന് എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഇത് ഈ ട്രാൻസ്ജെൻഡറിന്റെ ശാപമാണ്. ഈ ഗ്രാമം നശിച്ചു പോകും. ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല. സതീഷ് വിഷമത്തോടെയും സങ്കടത്തോടെയും തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛാ, മണ്ഡപത്തിന്റെ പുറത്ത് ഒരു വലിയ ഷോർട്ട് സർക്യൂട്ടായി. അച്ഛൻ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തോടെന്തോ പറയാൻ വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഭയങ്കരമായ വെടിശബ്ദം ആ മുഴുവൻ സ്ഥലത്തെയും ഒരു ക്ഷണം കൊണ്ട് തന്റെ ഭയങ്കരമായ തീയിൽ കത്തിച്ചു കളഞ്ഞു. അഹോരി ദൂരെ നിന്നും ആ തീ കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. പേടിയോടെ അദ്ദേഹം അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാതയിൽ അപരാജിതയുടെ ആത്മാവ് വന്നത്. അവളെ കണ്ടതും അദ്ദേഹം മുട്ടുകുത്തി താഴെ നിന്നു. വിറച്ചുകൊണ്ട് കരുണ കാണിക്കണമെന്ന് അവളോട് യാചിച്ചു. ശ്യാമാദേവി, ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വലിയ തെറ്റാണ്. ഞാൻ ഈ കൊലയിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപരാജിതയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. അവളുടെ മുഖത്ത് വിജയിച്ചതിന്റെ ഒരു ചെറിയ സന്തോഷം തോന്നി. തന്റെ കൈ ഉയർത്തി അവൾ അഹോരിയെ മുകളിലേക്ക് പൊക്കിയെടുത്തു. പിന്നെ അദ്ദേഹത്തെ അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപരാജിതയുടെ അവസാനത്തെ ചടങ്ങ് നടന്നില്ലേ, അതേ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ അവിടേക്ക് വലിച്ചുകൊണ്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ രുദ്രാക്ഷമാലയിൽ നിന്നും രുദ്രാക്ഷമണികൾ ഓരോന്നായി തറയിൽ വീഴാൻ തുടങ്ങി. അവസാനത്തെ രുദ്രാക്ഷം ശരിക്കും ശ്മശാനത്തിനടുത്തായി വന്നു വീണു. ഒരു ഭയങ്കരമായ ബലത്തോടെ അപരാജിത അദ്ദേഹത്തെ കാറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അഘോരി നേരെ ചെന്ന് അതേ സ്ഥലത്ത് വീണു. അവിടെയാണ് അവരുടെ അവസാനത്തെ ചടങ്ങ് നടന്നത്. മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അദ്ദേഹത്തെ ചുറ്റി നിൽക്കുകയായിരുന്നു. അവരിൽ ഒരാൾ അതേപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദന മര കഷ്ണത്തോടുകൂടി മുൻപിൽ കൊണ്ടുവന്ന് നൽകി. അപരാജിത അത് അഹോരിക്ക് നേരെ നീട്ടി. പിന്നെ ആ അഹോരി വിറച്ചുകൊണ്ട് അവരോട് ഭിക്ഷ യാചിച്ചു. വേണ്ട, വേണ്ട, എന്നെ ക്ഷമിച്ചേക്കൂ, വേണ്ട. അപരാജിത കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി അഹോരിയുടെ മേലിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം മുഴുവനായി കത്തി. അദ്ദേഹം നിലവിളിക്കുന്ന ശബ്ദം കാറ്റത്ത് നിറഞ്ഞു. പിന്നെ പെട്ടെന്ന്
ആ കാഴ്ചയോടൊപ്പം യോജിച്ചു. അതിൽ ഒട്ടും തന്നെ കരുണയില്ലാതെ അവർ അശ്വിനിയെ കത്തിച്ചു കളഞ്ഞു.